ഹലോ ഐജു, നമ്മളിപ്പോ ഇവിടെ ഉള്ളേ കടലുണ്ടി ഐലൻഡ് ടൂറിസത്തിന്റെ ബോട്ടിങ്ങിലാണ് ഇന്നിപ്പോ അവധി ദിവസം ഇറങ്ങിയിട്ടുള്ളത്. ഇവിടെ ഈ ബോട്ടിൽ ഏകദേശം 1 മണിക്കൂറിലധികം ഈ കടലുണ്ടി കായലിലൂടെ ഇങ്ങനെ കറങ്ങും. അതുപോലെ മാൻഗ്രൂവ് ഉണ്ട് ഇവിടെ, കണ്ടൽക്കാടുകൾ ഇതിനകത്തുകൂടെ, അതുപോലെ ഒരു പക്ഷി സങ്കേതം ഉണ്ട്. അപ്പൊ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ. ശിവദാസുബായിയാണ് ഈ തോണി തൊഴിഞ്ഞ് നമ്മളെ കൊണ്ടുപോകുന്നത്. കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് നമ്മൾ കയറിയത്. അപ്പം നമ്മൾ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് പറഞ്ഞത് മലപ്പുറം ജില്ലയാണ്. ഇത് മലപ്പുറം ജില്ലയാണ്. നമ്മളങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇത് മാനുവലാണ് കേട്ടോ, അല്ലാതെ മോട്ടോറിൻ്റെ തോണിയല്ല. ഇതിന്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞത് കണ്ടില്ല, അതിൽ കൂടെ ട്രെയിന് പോകുന്നത് കാണാണ്ട. ട്രെയിനാ തോന്നുന്നത്, ട്രെയിന് എല്ലാം ഒരുമിച്ച് കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ്. വളരെ പ്രത്യേകതയുള്ള ഒരു ആവാസ വ്യവസ്ഥയാണ് ഈ കടലുണ്ടി പുഴയിലുള്ളത്. കണ്ടൽക്കാടുകളുണ്ട്, വിവിധ മത്സ്യങ്ങൾ, ഞണ്ടുകൾ, നിരവധി പക്ഷികളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിലേക്ക് ദേശാടന പക്ഷികൾ എത്തിച്ചേരുന്ന ഒരിടം കൂടിയാണ് കടലുണ്ടി. ഞങ്ങളുടെ യാത്രയിലും ദേശാടന പക്ഷികളെ കാണാൻ സാധിച്ചു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ തോണി തുഴയുന്നത് മാനുവലായിട്ടാണ്. അതിനൊരു കാരണം കൂടിയുണ്ട്. ഈ മോട്ടോർ യമഹ പോലെയുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ച് ബോട്ട് ഓടിക്കുമ്പോഴുണ്ടാകുന്ന ജലമലിനീകരണം അത് തടയുക എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കണ്ടൽക്കാടുകൾ അത്രയും സെൻസിറ്റീവായ ചെടികളാണ്. ഈ കണ്ടൽക്കാടുകൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ് അത് സംരക്ഷിക്കപ്പെടുന്നത്. നമ്മുടെ കൂടെ തോണി തുഴഞ്ഞിരുന്ന ശിവദാസേട്ടൻ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പകർന്നു തന്നിട്ടുണ്ടായിരുന്നു. ഇത്തരം ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സ്വകാര്യ ബോട്ടുടമകളും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും സംയുക്തമായിട്ടാണ് ഇത്തരം ബോട്ട് സർവീസ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. ചെറിയൊരു തുക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് അവർ കൊടുക്കുന്നുണ്ട്. ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെ കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഈ സർവീസ് ഇവിടെ നടത്തുന്നത്. യാത്രയിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അതായത് ഏകദേശം 1.5 മണിക്കൂറോളം നമ്മൾ ഈ പുഴയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഇതൊരു അടിപൊളി സെറ്റപ്പ് അല്ലേ, ഈ കണ്ടൽക്കാടിന്റെ അകത്തുകൂടെ. കാടുകള് എന്ത് നല്ല പ്രോപ്പറായിട്ട് കൃഷി ചെയ്ത പോലെ തന്നെ ഉണ്ടല്ലോ അതില്ലേ, ചെയ്താണല്ലേ. കായലിലൂടെയുള്ള ഒരു 1.5 മണിക്കൂർ യാത്ര ഈ വെക്കേഷൻ സമയത്ത് കുടുംബത്തോടൊപ്പം, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ കൂട്ടി യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഒരു അടിപൊളി ലൊക്കേഷനാണ്. ഏറ്റവും പ്രധാനം, ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ളത് കണ്ടൽക്കാടുകൾക്ക് അകത്തുകൂടെ ഈ തോണി ഇങ്ങനെ തുഴഞ്ഞു പോകുന്ന ഒരു സീനുണ്ട്. അതൊരു അടിപൊളി സീനാണ്. അത് നല്ലൊരു വ്യൂ ആണ്. കണ്ടൽക്കാടുകൾ നമ്മൾ മുമ്പ്
ചിത്രങ്ങളിലും വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഏറ്റവും അടുത്ത് കാണുന്നത് ആദ്യമായിട്ടാണ്. അതുമാത്രമല്ല, യാത്രയുടെ ഒരു സമയത്ത് ഈ കണ്ടൽക്കാടുകളോട് ചേർത്ത് നമ്മുടെ ബോട്ട് നിർത്തി തരും. അവിടെ വെച്ച് നമുക്ക് ഇഷ്ടം പോലെ ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. മൈഗ്രന്റ് ബേർഡ് അല്ലേ പുറത്തുനിന്ന്? ഓ അത് ശരി. അയ്യോ, ഇത് മൈഗ്രന്റ് ബേർഡ് ആട്ടത്. ഇതാ ദേശാടന പക്ഷിയാണ്, ദേശാടന പക്ഷി. അടുത്ത ബോട്ടിൽ ഉപ്പിമ്മിയുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ടല്ലേ. ഹായ് ഹായ് പപ്പ മമ്മ ഹായ്. കൈയെടുക്കട കൈയെടുത്ത്. എന്താ 2 ബോട്ടിലായിട്ടാണ് വന്നിരുന്നത്. ഇതാ 2 ബോട്ട് പഠിപ്പിച്ചാ നിൽക്കുന്നത്. അപ്പൊ ഇത് ഇവിടുത്തെ ഫോട്ടോ സ്പോട്ടാണ്. എല്ലാരും ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. ഇപ്പൊ ട്രെയിന് പോണല്ലേ, ഇപ്പൊ ട്രെയിന് പോണ. ട്രെയിന് വരുവാ അല്ല, ഇപ്പൊ ട്രെയിൻ വന്നാ എങ്ങനെ ഉണ്ടാവും? അയച്ചോ, അടിപൊളിയല്ല. ട്രെയിന് മാത്രമല്ല ഉള്ളത്. ഇതാണ് പാലല്ലേ. അത് റോഡാ, അത് റോഡാണ്. ഇത് റെയിൽവേ. അപ്പുറത്ത് അടുത്ത ബോട്ടിനെ വിളിക്കാണ്. ഇതാന്ന് കടലുണ്ടി തീവണ്ടി അപകടം ഉണ്ടായ പാലാണത്. ഈ പാല പിന്നെ പുതുക്കി പണിതാ എന്തേലും ഓടിയില്ല അല്ലേ? കടലുണ്ടി തീവണ്ടി ദുരന്തം നടന്ന പാലാണ്. അതിന് താഴത്തെ കൂടെ നമ്മൾ പോകുന്നത്. ഇപ്പൊ 2001 ഇതിലേക്ക് പുഴയിലേക്ക് മറിഞ്ഞ് ട്രെയിൻ. ഇതൊരു അപാര സീനാട്ടാ. ഓ, ഏതാ എക്സ്പ്രസ്? ഇതൊരു തുരുത്താണ്. കായൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ഫുഡും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫുഡ് പ്ലസ് യാത്ര ഉൾപ്പെടെയുള്ള പാക്കേജ് അവർ നൽകുന്നുണ്ട്. അത് അങ്ങനെയുള്ള പാക്കേജ് ആണെങ്കിൽ ഒരാൾക്ക് പെർ ഹെഡ് 900 രൂപ അപ്രോക്സിമേറ്റ് അത്രയാണ് വരുന്നത്. അതായത് യാത്ര കഴിഞ്ഞ് വന്നതിന് ശേഷം ഈ മത്സ്യം, അതുപോലെ തന്നെ മീൽസ്, ഇത്തരം വിഭവങ്ങളൊക്കെ ഉള്ളൊരു ബൊഫെ ഫുഡ് അവർ പ്രൊവൈഡ് ചെയ്യും. പക്ഷെ ഞങ്ങൾ ആ പാക്കേജ് എടുത്തില്ല. നമ്മൾ യാത്ര മാത്രമാണ് ചൂസ് ചെയ്തത്. ജസ്റ്റ് ബോട്ടിൽ പോയിട്ട് അങ്ങനെ 1.5 മണിക്കൂർ റിട്ടേൺ ചെയ്ത് തിരിച്ചു വന്നു. അതിനൊരു ബോട്ടിന് 1600 രൂപയാണ് ചാർജ്. ഓ, അനന്തമായ കായൽ അല്ലേ? ഇത് വശമാണ്. അങ്ങോട്ട് പോവാൻ
ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു ബോട്ടിൽ 8 പേർക്കാണ് പെർമിഷൻ ഉള്ളത്. അപ്പോൾ അതിൽ കൂടുതൽ ആളുണ്ടെങ്കിൽ കഴിയില്ല. കുട്ടികളെല്ലാം ഉൾപ്പെടെ 8 പേർക്ക്. അത് അവിടുത്തെ ഒരു നിയന്ത്രണത്തിൻ്റെ ഭാഗമാണ്, സെക്യൂരിറ്റിയുടെ ഭാഗമാണ്. ഞങ്ങൾ 14 പേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് 2 ബോട്ട് എടുത്തിട്ട് യാത്ര ചെയ്യേണ്ടി വന്നു. പക്ഷെ കുഴപ്പമില്ല, 2 ബോട്ടും വളരെ തൊട്ടടുത്ത് തന്നെ അവർ നിർത്തി ഫോട്ടോ എടുക്കാനും ഇതിനൊക്കെ അവസരം തന്നിട്ടുണ്ടായിരുന്നു.